ഈ മരണം സംഭവിച്ച് എന്നറിഞ്ഞപ്പോൾ മുതൽ, ഈ അപകടം സംഭവിച്ച മുതൽ ഞങ്ങളോട് നല്ല സഹകരണമാണ്, അല്ലെങ്കിൽ തന്നെ നല്ല സഹകരണമാണ്. അതിലേറെ നമുക്ക് തൃപ്തി തരുന്ന സഹകരണമാണ് എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും, നാട്ടുകാരുടെ ഭാഗത്തു നിന്നും, രാഷ്ട്രീയക്കാരുടെയും സെലിബ്രിറ്റീസിൻ്റെ അടക്കമുള്ള ഭാഗത്തു നിന്നും. മിനിസ്റ്റർ വീണ ജോർജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയും ചാനലുകളൊക്കെ വൈറലാകുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഇന്നലെയായിരുന്നു സംസ്കാരം. അറിഞ്ഞത് മുതൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ തന്നെ വന്നപ്പം 2 തിരുമേനിമാർ ഒരുമിച്ച് 4 മണിക്കൊരു തിരുമേനി വരുന്നു, CM വൈകിട്ട് വരുന്നു, ബഹുമാനായ രമേശ് ചെന്നിത്തല വരുന്നു എന്ന് പറയുന്നു, സംസ്ഥാന മന്ത്രിമാർ ഒട്ടനവധി പേര്, ചടങ്ങുകളിൽ സുരേഷ് ഗോപി സാർ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വന്നത്. എല്ലാ രാഷ്ട്രീയക്കാരും, ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്, പഞ്ചായത്ത് ആയത് CPM ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാണ്. ഇതൊന്നും ഒരു വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവരും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ജീവിതവുമായി ഈ സംഭവത്തിന് വലിയ സാമ്യമുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ എൻ്റെ നഷ്ടത്തിൻ്റെ ബോധം എനിക്കറിയാവുകൊണ്ട് ഞാൻ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് യാത്രക്കിടയിൽ തിരിച്ചു വന്നത്. കോയമ്പത്തൂരിലുള്ള യാത്രയ്ക്ക് പോകുമായിരുന്നു, കോയമ്പത്തൂരിലുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം. അത് ക്യാൻസൽ ചെയ്യുകയായിരുന്നു. അത് അതിനിടയിൽ ഇവിടെ വന്നിട്ട് കോയമ്പത്തൂരിൽ നേരിട്ട് പോകാനുള്ള ക്രമീകരണമാണ് ചെയ്തതെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു. അതുപോലെ എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സെലിബ്രിറ്റീസ്, അതുപോലെ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ, പറഞ്ഞോ, അതെ, കമൽഹാസൻ കുറിപ്പിട്ടിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ നേതാക്കൾ, ഗവർണർ അടക്കമുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ, ഇവരൊക്കെ ഞങ്ങളോട് വലിയ കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളിതൊന്നും പ്രതീക്ഷിച്ചതല്ല, അപ്രതീക്ഷിതമായി സംഭവിച്ചു. അപ്പോൾ സംതൃപ്തി തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും. അന്ന് അപകടത്തിൽ ആലിയന്റെ കൂടെ ഉണ്ടായിരുന്നവരുണ്ടല്ലോ, പൃഥ്വിരാജിന്റെ അമ്മൂമ്മ, അവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഒരാളെയും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്തൊരു അപകടമാണ് നടന്നത്. നമ്മുടെ ഒരു കൊച്ചു വണ്ടി, വാഗണർ കാറാണ്, അവരുടെ ഒരു വലിയ വാഹനം അമിത വേഗത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു. അപ്പം ആ അപകടം കണ്ടാൽ ഒരു കാരണവശാലും ആരും രക്ഷപ്പെടുന്ന സ്റ്റേജല്ല. പക്ഷേ എല്ലാവർക്കും പരുക്കുണ്ട്. ഏറ്റവും കൂടുതൽ പരുക്ക്, കാണാവുന്ന പരുക്ക് ഷെറിൻ്റെ, ആലിൻ്റെ മുത്തശ്ശിക്കാണ്. മുത്തശ്ശിയുടെ മടിയിലാണ് കുഞ്ഞിരുന്നത്. മുത്തച്ഛനും പരുക്കുണ്ട്. മുത്തച്ഛനാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ആളെയല്ല, 30 കിലോമീറ്റർ കുറവായിരുന്നു സ്പീഡ്. അദ്ദേഹത്തിൻ്റെ ഇടിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. പുള്ളിയുടെ ഇരിക്കുന്ന ആ ഡ്രൈവിംഗ് സീറ്റിലാണ് വണ്ടി ഇടിച്ച് കയറുന്നത്. രക്ഷപ്പെട്ടത് എയർ ബാഗും സീറ്റ് ബെൽറ്റും ഉണ്ടായിരുന്നുണ്ട്. പുറകിൽ ഇവർ സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നു. കുഞ്ഞിനെ കുഞ്ഞ് ഉറങ്ങുമായിരുന്നാണ് അവർ പറഞ്ഞത്. അവിടാണ് ഇടി ഏറ്റത്. അപ്പോൾ ആ ആഘാതത്തിൽ ആലിൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഗുരുതര പരുക്ക. ഈ സമയം വരെ വിവരം അറിഞ്ഞിട്ടില്ല, ബോധവും തെളിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ ദേഹം മുഴുവൻ പരുക്ക, നുറുങ്ങിയ ശരീരമാണ്. ആയി വരണമെങ്കിൽ ഒരു 4 മാസമെങ്കിലും എടുക്കുമെന്നാണ് ഞങ്ങൾ കേട്ടത്. ഒന്ന് റിക്കവറായി കുറച്ചെങ്കിലും. അപ്പോൾ അതുപോലെ പരുക്കാണ്. അതാണ് ഗുരുതര പരുക്കേറ്റത്. ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് നോക്കിയാൽ ഒരു സൂചിയുടെ പാടില്ല എന്ന് പറഞ്ഞാൽ മുറിവുകളില്ല, എല്ലാം ഉള്ളിലാണ് പരുക്ക്. ഈ ഷെറിൻ എങ്ങനെയാണ് കരയാതെ പിടിച്ചു നിൽക്കുന്നത് ചോദിച്ചിരുന്നു അമ്മയുടെ മകളോട്? ഇല്ല, ഞാൻ ചോദിച്ചില്ല. അവരാണ് ഞങ്ങൾക്ക് ശക്തി തരുന്നത്. അവർ രണ്ടുപേരും ഉറച്ച നല്ല ദൃഢതയോടാണ് അവർ ഇപ്പോഴും. ഈ വരുന്ന ആളുകളോടെല്ലാം പ്രോംപ്റ്റായിട്ട് ഇന്ന സ്ഥലമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് വഴി തിരിയേണ്ടതെന്ന് പറയുന്നു, ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയുന്നു, വളരെ പ്രാക്ടിക്കലായ ഒരു ഡിസിഷൻ എടുക്കുന്നു. ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ അറിയാതെ വന്നു പോവുകയാണ്. നമുക്കൊരിക്കലും ഒരുങ്ങാനൊന്നും പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇത്. അല്ലെങ്കിൽ എത്ര ഓമനിച്ചാണ് നമ്മളൊരാളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിന് ഏറ്റവും പ്യുവറും ഏറ്റവും ലോലവുമായൊരവസ്ഥ. അവരെ ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ മക്കളോട്? അല്ല, അവരെന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. അവർ അത്ര ധൈര്യത്തിലാണ്. അല്ലെങ്കിൽ ഇപ്പോഴാണ് ഞാൻ എൻ്റെ മകനിൽ അഭിമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ അവനെക്കൊണ്ട് ഒരാൾക്കെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് അവൻ കരുതിയിരുന്നു. അപ്പനോടും അമ്മയോടും പറയാൻ വയ്യാത്ത കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം മറച്ചു വെച്ചത്. അപ്പം ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട്, അവർക്ക് നല്ല ധൈര്യമാണ്. അവരാണ് ഞങ്ങളെ നിലനിർത്തുന്നത്.
ഞാൻ ഈ ചാനലിൻ്റെ മുന്നിൽ വരാനോ ഒന്നും താല്പര്യപ്പെടുന്ന ആളല്ല. പക്ഷെ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് അവരെന്തായാലും അവർ രണ്ടുപേരും നിങ്ങളോട് ആരോടും ഇപ്പം എന്നോട് പറഞ്ഞു ആവശ്യമില്ലാതെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചർച്ച. ഞാൻ പറയാം അത് ചോദിക്കുന്നതിന് മറുപടി പറയാം, അല്ലാതെ നമ്മൾ വിളിച്ചു വരുന്ന ഒരാളെ പോലും നമ്മൾ, ഞാൻ മാധ്യമപ്രവർത്തനോടാണ്, ഞാൻ ഒരാളെ പോലും ചോദിച്ചതിന് മറുപടി പറഞ്ഞതല്ലാതെ രാവിലെ മുതൽ ചാനൽ പ്രവർത്തകരും സോഷ്യൽ മീഡിയ പ്രവർത്തകരും തന്നെ നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടൊന്നും സംസാരിക്കാം, പക്ഷെ അവർ സംസാരിക്കാൻ തയ്യാറല്ല. ഈ ഫേസ്ബുക്കിൽ ഈ മറ്റൊരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി, അതായത് നമ്മുടെ അലിൻ്റെ അവയവങ്ങൾ സ്വീകരിക്കുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണപ്പിരിവ് നടക്കുന്നു എന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അങ്ങനെ ചില കാര്യങ്ങൾ, അതിനെതിരെ നിയമപരമായിട്ട് നീങ്ങുന്നു കൂടി രാവിലത്തെ. ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഗവൺമെന്റിനാണ് ബോഡി കൊടുത്തിരിക്കുന്നത്, ഓർഗൻസ് കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് അത് ചെയ്യുവാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതാണ് കേട്ടെ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് കിംസിൽ കൊണ്ടുപോയാലും അത് ഗവൺമെൻറ് ഏറ്റെടുക്കും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അതിൻ്റെ പേരിൽ ആരെങ്കിലും ഫേക്കായി പണപ്പിരിവ് നടന്നെന്നറിഞ്ഞാൽ അത് ഞങ്ങളെ കൂടെ ഒരു തരത്തിൽ ചിലപ്പം നമ്മൾ ആ കച്ചവടത്തിന് കൂട്ടുനിന്നോ എന്ന് സംശയിക്കുമെന്നോർത്താണ് നമ്മളത് പറഞ്ഞത്. അല്ലാതെ അത് ജെന്യുവനാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പം അത് ഈ ചികിത്സയ്ക്ക് നല്ല 40 ലക്ഷം രൂപ വേണം. 10 ലക്ഷം രൂപയുള്ള ഏതൊരു ആശുപത്രി കെട്ടിവെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി പണം അവർ കണ്ടെത്താനുള്ള ശ്രമമായിരിക്കാം, അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത്, നമുക്കറിയില്ല. പക്ഷെ നമ്മളോട് നാട്ടുകാരെ നമ്മളെ അറിയാൻ വിളിച്ചു ചോദിക്കുന്നു, കൊച്ചിന്റെ പേരിൽ കുഞ്ഞിന്റെ ഓർഗൻ വെക്കാൻ വേണ്ടി ഇപ്പോഴും ചോദിച്ചതാ പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, നമുക്കറിയത്തില്ല. ഒരുപക്ഷെ നമുക്ക് തരാൻ വേണ്ടിയാണ് പൈസ പിരിക്കുന്നതെന്ന് ആരെങ്കിലും ദുർവ്യാഖ്യാനിച്ചാൽ നമ്മളതിന് മറുപടി പറഞ്ഞതിനെ ഓർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ജെന്യുവൻ ആണെങ്കിൽ അത് സഹായിക്കണം. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയോട് പറയാൻ ഉദ്ദേശിച്ചത് CMDRF-ൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ കുടുംബത്തെ നിലനിർത്താൻ, അതെ നമ്മൾക്കൊരു നിർദ്ദേശം, എവിടുന്നെങ്കിലും പണം കണ്ടെത്തി കൊടുത്ത കുഞ്ഞിനെ കൂടെ സംരക്ഷിക്കണം. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം നേരിട്ട് വിളിച്ചിരുന്നോ? മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. പൊളിറ്റിക്കൽ സെക്രട്ടറിമാർ മുഴുവൻ, പ്രോട്ടോകോൾ ഓഫീസേഴ്സ്, അവിടുന്ന് കിട്ടിയ സഹായമാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. സഹായം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായമല്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ രാത്രി കൊണ്ടുവരുമ്പം 11 മണിയോളം ആയെന്ന് കൊണ്ടു 11 മണിക്കടുത്ത രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ഗവൺമെൻറ് ഉത്തരവിറങ്ങി. അതൊക്കെ വലിയ സഹായങ്ങളാണ്. പിന്നെ ഈ ഓർഗൻ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളെ, ഞങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, ഇന്നലെയൊക്കെ പോലീസിൻ്റെ ഭയങ്കര സഹായമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തടിച്ചുകൂടി ജനത്തെ നിയന്ത്രിക്കാൻ പോലീസ് നന്നായിട്ട് ഇടപെട്ടു. ഞങ്ങളുടെ വീടിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലും പള്ളി കോട്ടയം ജില്ലയിലുമാണ്. അപ്പോൾ 2 ജില്ലയിലെ പോലീസുകാർ ഞങ്ങളെ സഹായിച്ചു. ഗവൺമെൻറ് പിന്നെ 10 മാസമായ ഒരു കുട്ടിക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാമെന്ന് പറഞ്ഞത് വലിയ നന്മയുടെ പാഠമാണ്. സന്തോഷം. ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന് നിങ്ങളോട് സംസാരിച്ചതിൽ നന്ദിയുണ്ട്. ഒരുപക്ഷെ ഇത് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു.